നിങ്ങൾക്ക് കോള് വന്നാലും കോൾ അങ്ങോട്ട് ചെയ്താലും സ്പീക്കർ ഓൺ ചെയ്ത് വേണം സംസാരിക്കാൻ. ശരി മാഡം. വലിയ അംബാനിയുടെ മരുമോളാന്ന വിചാരം, വാരിക്കോരി അങ്ങ് കൊടുക്കാൻ. സ്വന്തം ബന്ധം ഉപേക്ഷിച്ചു പോയ ഒരുത്തിയുടെ മകൾക്ക് സ്കൂൾ ഫീസ് കെട്ടാൻ വേണ്ടി സഹായനിധിയായിട്ട് വന്നിരിക്കുകയാണോ? സൂപ്പർ ആയിട്ടുണ്ട്. നിങ്ങൾ രണ്ടുപേരും ഇങ്ങനത്തെ കള്ളത്തരങ്ങളൊക്കെ കാണിക്കുന്ന അറിഞ്ഞുകൊണ്ട് തന്നെയാ ഞങ്ങൾ രണ്ടുപേരും ഫോളോ ചെയ്ത് വന്നത്. ഞാൻ വിചാരിച്ചതും ഇദ്ദേഹം ഗണിച്ചതും ഒന്ന് തന്നെയാ. ലിജിമോളെ, പണം മേടിക്കും മോളെ. നിന്റെ അമ്മ നാട് നീള് നടന്ന് സാരി വിറ്റ് കെട്ടിടം പണിക്ക് കല്ലും കട്ടയും ചുമന്ന് കഷ്ടപ്പെട്ട ഈ പണം കൊണ്ടുവന്നിരിക്കുന്നത്. പണം നീട്ടുന്ന കണ്ടില്ലേ? വാങ്ങിക്കും മോളെ. വാങ്ങിച്ചിട്ട് നിനക്ക് ഏതോ ഒരുത്തനിലുണ്ടായ കൊച്ചിന്റെ സ്കൂൾ ഫീസ് അടയ്ക്ക്. എടുത്തി വിട്ടുകളാ. ചേച്ചിയോട് ഇങ്ങനെ സംസാരിക്കില്ലേ. ശിവ, നീ നിന്റെ ചേച്ചിയെ സപ്പോർട്ട് ചെയ്യാ? ചേച്ചിയെ കണ്ടപ്പോ സ്നേഹം കവിഞ്ഞൊഴുകിയോ? അത്രയ്ക്കങ്ങ് സ്നേഹമാണെങ്കിൽ നീയും അങ്ങ് ചേച്ചിയുടെ കൂടെ നിന്നോ. എന്തിനാ എന്റെ കാശുകൊണ്ട് ആ വീട്ടിലിരുന്ന് വെട്ടി വിഴുങ്ങുന്നേ? ഇന്ന് വരെ ഒരു ജോലി പോലും അന്വേഷിച്ചു പോവാതെ എന്റെ ചെലവിലാ നീ ആ വീട്ടിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നെ. എന്റെ ഒപ്പ് തിന്നിട്ട് എന്നെ തന്നെ ദ്രോഹിക്കുക. നല്ല സ്വഭാവ, നിങ്ങളുടെ കുടുംബത്തിന് തന്നെ ചേർന്നതാ അത്. ഇവിടെ നമ്മുടെ കുടുംബത്തിൽ എനിക്ക് ഏറ്റില്ലെന്ന് ഞാനും ചേട്ടനും തീരുമാനിച്ചിരിക്കുക. പിന്നെ എന്തിനാ ഇവരുടെ അടുത്ത് വന്ന് സഹതാപം കാണിക്കുന്നേ? നിനക്ക് നാണോ മാനോ അന്തസ്സോ അഭിമാനോ ഒന്നുമില്ലേ? എന്ത് ധൈര്യത്തിലാണ് നീ ഇങ്ങോട്ട് വന്നത്? ഞങ്ങളിവിടെ മര്യാദക്ക് ജീവിക്കുന്നത് നിനക്ക് ഇഷ്ടപ്പെടുന്നില്ലേ? ഞങ്ങളെല്ലാവരും വേണ്ടാത്തോണ്ടല്ലേ നീ ഇട്ടെറിഞ്ഞിട്ട് പോയത്. പിന്നെ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? എന്തിനാ വന്നതെന്ന്? ഹലോ, മതി. എന്തിനാ അവരിട്ട് ഇങ്ങനെ വരട്ടുന്നത്? ഹലോ, അത് ചോദിക്കാൻ നിങ്ങളാരാ? നിങ്ങൾ എന്തിനാ ഞങ്ങളുടെ ഫാമിലി വിഷയത്തിൽ ഇടപെടുന്നത്? ഇത് ഞങ്ങളുടെ ഫാമിലി കാര്യമാ. നിങ്ങളുടെ ഫാമിലിയുടെ കാര്യമാണെങ്കിൽ വീട്ടിനകത്ത് പോയിരുന്ന് സംസാരിക്ക്. ഹലോ പ്രിയ, നീ ഒന്ന് സമാധാനിക്ക്. അല്ല വിജയ്, നിന്നെ കുറെ ഞാൻ സംസാരിച്ചോളാം. പ്രിയ, എന്താ ചോദിച്ചേ? ചെന്നൈയിൽ എന്തിനു വന്നെന്നോ? ചെന്നൈ എന്താ നിന്റെ പേരിൽ എഴുതി വെച്ചിരിക്കുകയാണോ? ഞാൻ ഇങ്ങോട്ട് വരരുതെന്ന് പറയാൻ നീ ആരാ? ഞാൻ ആരാന്ന്? എന്തൊരു ചോദ്യം അത്! തോന്നിയ ദിവസം മുഴുവൻ കാണിച്ചിട്ട് ചോദിക്കുന്ന ചോദ്യം കണ്ടില്ലേ? നാണമില്ലേ നിനക്ക്? ഞാൻ എന്ത് തെറ്റാ ചെയ്തേ? ഒരാളെ വിശ്വസിച്ചു പോയി, അയാള് ചതിച്ചു. ഞാൻ തോറ്റുപോയി. തോറ്റവള് വീണ്ടും ഉയർത്തെഴുന്നേറ്റ് വന്ന് ജയിക്കാൻ പാടില്ലേ? അതോ സന്തോഷത്തോടെ ജീവിക്കാൻ പാടില്ലേ? ഞാൻ എന്റെ മോളെ നന്നായി പഠിപ്പിക്കണം, അവൾക്ക് നല്ലൊരു ഭാവി ഉണ്ടാക്കി കൊടുക്കണമെന്ന് വിചാരിച്ച ചെന്നൈക്ക് വന്നത്. അല്ലാതെ നിങ്ങളുടെ കൂടെ ബന്ധം പുതുക്കാനോ വഴക്ക് കൂടാനോ വന്നതല്ല. ഇതുകൊണ്ടാ നിങ്ങളോട് പറഞ്ഞ എന്നെ അന്വേഷിച്ച് വരരുതെന്ന്. ഇപ്പൊ കണ്ടില്ലേ എന്താ സംഭവിക്കുന്നെന്ന്? കണ്ടില്ലേ? എന്നെ സമാധാനത്തോടെ ജീവിക്കാൻ വിടില്ലേ? സ്നേഹം കാണിക്കാന്ന് പറഞ്ഞു എന്തിനാ എന്നെ കണ്ടവരുടെ മുമ്പിൽ നാണം കെടുത്തുന്നത്? ദയവ് ചെയ്ത് എല്ലാരും പോയിത്താ. ഓഹോ, ഞങ്ങളാണോ ആ കണ്ടവര്? ഏതോ ഒരുത്തന്റെ കൂടെ നാട് വിട്ടു പോയി ഒളിച്ച് താമസിച്ച് ഇപ്പൊ തിരിച്ചിവിടെ വന്നിട്ട് ഞങ്ങൾ ഇവിടുന്ന് ഓടിക്കാൻ നോക്കുവല്ലേ? നോക്ക്, ഇതോടെ നിർത്തിക്കോണത്. മര്യാദക്ക് നാട് വിട്ടു പോക്കോണം. അതെന്താ ഞാനെന്തിനാ പോകുന്നത്? ഞാനെന്താ നിങ്ങളുടെ വീട്ടിലേക്കാണോ വന്നത്? അതോ സംരക്ഷിക്കണോന്ന് പറഞ്ഞ് അപേക്ഷിച്ചോ? ഞാൻ കഷ്ടപ്പെട്ട് ഞാൻ തന്നെ സമ്പാദിച്ച് ഞാൻ എന്റെ മോളുടെ കൂടെ ജീവിക്കുക. ഞാൻ ഇവിടെ നിൽക്കണോ അതോ പോണോ എന്ന് തീരുമാനിക്കാൻ നിങ്ങൾക്ക് അധികാരമില്ല. ഇതെന്റെ വീടാ. ഇവിടെ നിന്ന് പുറത്തു പോവേണ്ടത് നിങ്ങളാ. അമ്മേ, ഇതിന്റെ ഒക്കെ കാരണം നിങ്ങൾ ഒരൊറ്റ ആളാ. ഇവരെ ഒരിക്കലും കാണരുതെന്ന് വിചാരിച്ചതാ. ഇവരെ എന്റെ മുന്നിൽ കൊണ്ടു നിർത്തി വായി തോന്നിയതൊക്കെ പറയിപ്പിക്കുന്നു. ഇവരുടെ സംസാരം കേൾക്കേണ്ട യാതൊരു ആവശ്യം എനിക്കില്ല. എന്താണ് നീ വലിയ ഒന്നും മിണ്ടാതിരിക്കടാ.
അമ്മേ, എന്നെ തടയാതിരിക്കും. ഇത്രയും കാലം നമ്മുടെ കുടുംബം ഈ നാട്ടിലെ അന്തസ്സും അഭിമാനവും സന്തോഷത്തോടും കൂടെ ജീവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണം എന്റെ ഈ ഭാര്യ. അവൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം അമ്മ ചെയ്ത അമ്മയ്ക്ക് പിന്നെ എങ്ങനെ അവള് ഭക്ഷണം ഉണ്ടാക്കി തരും? എന്താ അമ്മ ഈ പറയുന്നത്? ഇവൾ എന്റെ വീട്ടിൽ സംരക്ഷിക്കുന്നോ ഇല്ലയോ, എനിക്കതൊന്നും ഒരു പ്രശ്നമല്ല. എന്ന് എന്റെ മോൾ ഇവിടെ അനാഥയായിട്ട് നിൽക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലടാ. എടാ ശ്രീധർ, എല്ലാം മറന്ന് അവളെ ഒന്ന് വീട്ടിലേക്ക് വിളിച്ചോണ്ട് പോടാ. ലിജി പാവാടാ. അമ്മേ, എന്നെ പാവം പാവെന്ന് പറഞ്ഞു നാണം കെടുത്തരുത്. ഞാൻ പാവം ഒന്നല്ല, നന്നായി ജീവിക്കാൻ ഞാൻ. ഇവരുടെ അടുത്തൊക്കെ കെഞ്ചി എന്നെ അപമാനിക്കല്ലേ അമ്മേ? ദയവ് ചെയ്ത് അവിടെ നിന്ന് പോ. ദയവ് ചെയ്ത് എല്ലാരും ഇവിടെ നിന്ന് പോ. നിങ്ങൾ വീട്ടിലേക്ക് വാ, ബാക്കി അവിടെ വെച്ച് കാണാം. പാവം വയസ്സായ സ്ത്രീയല്ലേ, കാശിന് ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് ഞാൻ സമ്പാദിക്കുന്നതെന്ന് ചെലവിന് കാശ് എടുത്തു തന്നാ ആ പണത്തിൽ നിന്ന് ചിട്ടി കിട്ടി അതും കൊണ്ടുവന്ന് നിങ്ങളുടെ മകളെ സഹായിക്ക. അതെ, നമുക്ക് പോവാം. ഒരു മിനിറ്റ്. ഞാൻ നന്നാവില്ല, നന്നായിട്ട് ജീവിക്കാൻ പറ്റില്ല എന്ന് വിചാരിക്കുന്നവരോട് ഒരു കാര്യം മാത്രം പറയാം. എന്റെ ശക്തിയും സന്തോഷവും എന്റെ മോള് നിലയാ. ഇവിടെ നന്നായി പഠിപ്പിച്ച് വലിയ ആളാക്കും ഞാൻ. നശിച്ചു പോവെന്ന് കരുതിയവള് ഉയർന്ന നിലയിൽ എത്തുന്നത് കണ്ട അതിശയിച്ചു പോകും നിങ്ങള്. നിങ്ങളുടെ കൂടെ വഴക്ക് കൂടുന്നതില് എനിക്ക് യാതൊരു പ്രയോജനവും ഇല്ല. അതുകൊണ്ട് ഇവിടുന്ന് പോയി വല്ല ജോലി ഉണ്ടോ നോക്ക്. കണ്ടില്ലേ അവൾ എത്ര അഹങ്കാരത്തോടെ സംസാരിക്കുന്നെന്ന്. അവളെ വിടറി, നമുക്ക് പോ. എടീ, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. വാ. ചേച്ചി പ്ലീസ് ശിവ, ദയവ് ചെയ്ത് പോ. വിജി, ഇവരിപ്പോ എന്തിനാ ഇവിടെ വന്ന് വഴക്കുണ്ടാക്കാൻ ശ്രമിക്കുന്നത്? അങ്ങനെ എന്താ ഉണ്ടായ ജീവിതത്തില്? തെറ്റിദ്ധരിക്കില്ലേ പ്രിയ, ഞാൻ എന്റെ ജീവിതത്തിൽ മറക്കണമെന്ന് വിചാരിച്ച കാര്യം നീ ചോദിക്കുന്നത്. പറയുന്നത് പോയിട്ട് മനസ്സിലൊന്ന് ഓർത്താ പോലെ എനിക്ക് ഹേർട്ടാവും. സോറി വിജി, നീ കുറച്ചുനേരം പോയെന്ന് വിശ്രമിക്ക്. ദൈവം തീർച്ചയായിട്ടും നിങ്ങളെ സഹായിക്കുമെന്ന് ഉറപ്പാ.